ഐ ഹാവ് എ ഫ്രണ്ട്. ഈ ഫ്രണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലൈക്ക് വെനെവർ ഐ സീ ദാറ്റ് പേഴ്സൺ എന്നെ കോംപ്ലിമെന്റ് ചെയ്യും. ലൈക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും കോംപ്ലിമെന്റ് ചെയ്യുന്നത്. ഹായ്, യുവർ ഹെയർ ലുക്സ് നൈസ് ടുഡേ. ഹായ്, ഇന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലോ, ഭയങ്കര എനർജി ഉണ്ടല്ലോ. വൺ ഡേ ആസ്റ്റ് ലൈക്ക് എന്നെ ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് ഇയാളാന്ന് ഞാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ആ ആളെ ലൈഫിൽ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് ഒരു കോംപ്ലിമെന്റ് കിട്ടാനാണ്, ആരുടെയും കയ്യിൽ നിന്ന്. അതോർത്ത് അയാൾ ഭയങ്കര വിഷമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് എനിക്ക് സന്തോഷം തരുവാണെങ്കിൽ അപ്പൊ ബാക്കി ആൾക്കാർക്ക് സന്തോഷം കൊടുക്കൂലോ എന്നാണ് പറഞ്ഞത്. അപ്പം ആ ആള് ബാക്കി എല്ലാരെയും കോംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും ഒരു ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഞാനും ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യും. യു ലുക്ക് ഗുഡ് ടുഡേ, ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. എന്തേലും ലൈക്ക് വെരി വെരി സ്മോൾ തിങ് ആയിരിക്കും, പക്ഷെ അത് മറ്റുള്ള ഒരാളുടെ മുഖത്തൊരു സന്തോഷം തരുമ്പം ഇറ്റ് മേക്സ് us ഹാപ്പി യുനോ. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള, എനിക്ക് കിട്ടിയൊരു ഗുഡ് സാധനം എന്ന് ഞാൻ പറയുന്നത്. Mm, there are people who, you know, uh, who appreciate me for the person I am. It's not like my appearance or the things I do or the things I've achieved. Adanalla, for being the person that I am. So if someone notices something like that, it just makes me really happy and I feel so real, you know. I don't feel like it's a fake compliment or something. It's very real. So do have some people who always gives me that kind of compliments, and I can't particularly remember a date or a time, but people talking like how kind I am and how much happiness I bring into their life by just seeing them. That's something which I'll always remember and I'll always keep close to my heart and I'll never forget. So if there's something bad or if that single comment can override any negative comment someone else makes. So I'm just happy to live with it. I don't know if that have answered your question, but yeah. ഓക്കെ, ഈ റീസെൻ്റ്ലി നടന്നൊരു സംഭവം എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ പറ്റി ഭയങ്കര പ്രൗഡാന്ന് പറഞ്ഞു. അതായിരിക്കും. അന്ന് നമ്മൾ വെഡിങ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഷീ സെഡ് ഗേൾസ് ഹാങ് ഔട്ട് ഇതുപോലെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദെൻ ഐ വാസ് സോ ഹാപ്പി ഹിയറിങ് ദാറ്റ്. പിന്നെ അമ്മ പ്രൗഡാന്ന് പറഞ്ഞത്. അപ്പം ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ വേണ്ടാന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന സമയത്ത് അപ്പം പറഞ്ഞു, അപ്പനതിൽ ഭയങ്കര പ്രൗഡാന്ന് പറഞ്ഞു. അത് ദെൻ എൻ്റെ അടുത്ത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യം ഇത് ദിവസം ഞങ്ങളുടെ കേർഡിയേഴ്സിന്റെ ഫെയർവെൽ ആയിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി ആ പിള്ളേരായിട്ട് അത്യാവശ്യം കമ്പനിയാണ്. അന്ന് ഫെയർവെല്ലിൽ നമ്മൾ സ്റ്റുഡൻസിനോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയും. അപ്പോൾ മിക്ക സ്റ്റുഡൻസും എന്നെപ്പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ ഫേവറേറ്റ് ടീച്ചർ ഞാനായിരുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് അവർ എന്തുകൊണ്ടാണ് അതങ്ങനെ ഞാനൊരു ഫേവറേറ്റ് എന്ന് പറയാനുള്ള റീസൺ എന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തു. അതിൻ്റെ അകത്ത് ഒരാൾ കുറച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കുറച്ച് നാൾ, ഒരു സ്റ്റുഡൻറ്റ്. അപ്പം ഞാനാണെങ്കിൽ യൂഷ്വലി ഇപ്പോൾ ഈ റെക്കോർഡ് സബ്മിഷൻ ആണെങ്കിലും അങ്ങനത്തെ സബ്മിഷൻ്റെ കേസിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പം ഈ ഒരു സ്റ്റുഡൻറ്റ് ആക്ച്വലി കുറച്ച് അധികം നാൾ ആബ്സെൻ്റ് ആയിരുന്നു, എന്നിട്ട് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞു, മിസ് ഇതാണ് കാരണം എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന്. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് മാർക്ക് മൈനസ് ചെയ്യാം, ഇന്റേണൽ മാർക്സ് മൈനസ് ചെയ്യാം. അപ്പം ഓക്കെ, അത് ജെന്യുവൻ റീസൺ ആണ്. ഞാനാണെങ്കിലും സബ്മിറ്റ് ചെയ്യുന്നത് താമസിച്ചായിരിക്കുമല്ലോ, അപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന രീതിയിൽ പറഞ്ഞു. ഇങ്ങനെ കുറേ പ്രാവശ്യം സംഭവിച്ചു. അപ്പോൾ ഇതൊക്കെ ജെന്യുവൻ റീസൺ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വിട്ടു. അപ്പം ഇതൊക്കെ നമ്മൾ ആ ഒരു അപ്പോഴത്തെ നിമിഷമാണ്, നമുക്ക് ആ ഒരു മൊമെന്റ് ഓഫ് ടൈമിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവർക്കൊക്കെ വലിയ വലിയ സംഭവങ്ങളാണ്, കാരണം ഞാൻ സ്പെൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ. നമ്മളിതൊന്നും ഓർക്കുന്നേ ഇല്ല. നമ്മൾ ആ ഒരു പോയിന്റ് കഴിയുമ്പോൾ തന്നെ വിടും. ഒരു കൊച്ച് വയ്യാണ്ട് കിടക്കുകയാണ്, ഹോസ്റ്റലിലാണ് ആള്. ഹോസ്റ്റലിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് അങ്ങനെ താമസിക്കുക. അപ്പം വയ്യാണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുറേ ദിവസം വരാത്ത അന്വേഷിച്ചു എന്താ വരാത്തതെന്ന്. അപ്പോൾ ആള് പറഞ്ഞു എനിക്ക് വയ്യ അതുകൊണ്ടാണ്. അപ്പോൾ ചോദിച്ചു ഫുഡ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ഫുഡ് ഉണ്ടാക്കിയില്ല. അങ്ങനെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കൊച്ചിന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. ഇതൊന്നും ആക്ച്വലി എനിക്ക് മനസ്സിൽ പോലും ഇല്ല. ഇതൊക്കെ ഇവർ പറയുമ്പോഴാണ് ഓർത്തോർക്ക് വരുന്നത്. പക്ഷേ ഇങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓർത്ത് വെച്ച് അതിൻ്റെ ബേസിസിൽ ആണ് ഞാൻ അവരുടെ ഫേവറേറ്റ് ടീച്ചർ എന്ന് അവർ പറഞ്ഞു. അപ്പം അതൊക്കെ അവരുടെ ലൈഫിൽ വലിയ വലിയ സംഭവം എന്ന് പറഞ്ഞപ്പം എൻ്റെ കട നിർത്തി.